ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന സേലം കൊച്ചിൻ ഹൈവേയിലാണ് കേട്ടോ. ഈ ഹൈവേ എന്ന് ഏകദേശം 350 മീറ്റർ 500 മീറ്ററിൻ്റെ ഉള്ളിൽ അത്ര ഡിസ്റ്റൻസിലാണ്. ഇതാണല്ലേ നമ്മൾ ടോൾ പ്ലാസ കാണുന്നത്, വാളയാർ ടോൾ പ്ലാസ ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഏകദേശം 500 മീറ്ററിൻ്റെ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ, അവിടെ നിന്ന് അങ്ങോട്ട് ടാർ റോഡാണ്. ഏകദേശം ഒരു 50 മീറ്റർ വിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. നല്ലൊരു വില്ലാസ് പ്രൊജക്റ്റോ ഇല്ലെങ്കിൽ നമ്മൾ PG അതുപോലെ കെട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് പറ്റിയൊരു സ്ഥലമാണ്. എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടേജ് നമുക്ക് നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഏകദേശം 70 മീറ്റർ മേലെ ഫ്രണ്ടേജ് ഉണ്ട്. ഇതിന് ഒരു ചെറിയൊരു താഴ്ച നിങ്ങൾ കാണുന്നില്ല, ചെറിയൊരു താഴ്ചയുണ്ട്. അത് നമുക്ക് ലെവൽ ചെയ്ത് അവർ തരും കേട്ടോ. ഈ പ്ലോട്ട് നമുക്ക് തരുമ്പോൾ തന്നെ കംപ്ലീറ്റ് ലെവൽ ചെയ്തിട്ട് അവർ നമുക്ക് തരുന്നുണ്ടാവും. ആ ചെറിയ താഴ്ചയും കാര്യങ്ങളൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് തരുന്നുണ്ടാവും. അതുപോലെ ഇതിൻ്റെ ഇടയിലായിട്ട് നടുവിലായിട്ട് ഒരു പോസ്റ്റ് ഉണ്ട് ഈ ലാൻഡിൻ്റെ, അത് നമുക്ക് മാറ്റിയിട്ട് തരുന്നുണ്ടാവും. പിന്നെ ഈ ഭൂമി കാണുമ്പോൾ ചിലർക്ക് തോന്നുന്നത് നിലമാണെന്ന്. നിലമല്ല, പറമ്പാണ്. പക്കാ പറമ്പ് കാറ്റഗറിയിലുള്ള ഭൂമിയാണ്. ഇത് നമുക്ക് അവർ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് നല്ല ലെവലിലാക്കി നമുക്ക് തരുന്നുണ്ടാവും കേട്ടോ. സോ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ടോളിൻ്റെ അവിടെ നമുക്ക് ഒരു 500 മീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നോക്കുമ്പോൾ നമുക്ക് വെറും 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഉക്കടം ബസ് സ്റ്റാൻഡ്, തമിഴ്നാട് ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 35 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നാണെങ്കിൽ ഏകദേശം 38 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി പാലക്കാട് KSRTC എന്നോ ഒലോക്കോടെന്നോ ലുലുമാളെന്നോ ഇനി തമിഴ്നാട് മധുക്കരയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 23 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിതിനെ വില്ലാസ് പ്രൊജക്റ്റിനായിട്ടോ ഇല്ലെങ്കിൽ PG കൺവേർട്ട് ചെയ്യാനോ അങ്ങനെ എന്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, കാരണം ഹൈവേ എന്ന് നമുക്ക് വെറും 500 മീറ്ററിന് താഴ്ച മാത്രമേ ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് പെർ സെൻറ്റിന് 1,90,000 രൂപയാണ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ്. 1,90,000 പറഞ്ഞാൽ ഹൈവേൻ്റെയൊക്കെ ഇത്ര അടുത്ത് നമുക്ക് കിട്ടാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും ഇപ്പോൾ പ്ലോട്ട് തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വില്ലാസ് വീടുകളൊക്കെ കെട്ടിക്കൊടുക്കാം, ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആക്കി എടുക്കാം. എന്തിനും പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതാണ് അതിൻ്റെ സ്കെച്ച് വരുന്നത് കേട്ടോ. നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി കിടക്കുന്നത്. ഇതാണ് സ്കെച്ച്. ഏകദേശം 70 മീറ്ററിന് മേലെ ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് തിരിച്ച് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ടോൾ പ്ലാസയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ടാർ റോഡാണ്. ജസ്റ്റ് ഒരു 50 മീറ്റർ മാത്രമാണ് മൺ റോഡ് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ ടാർ റോഡ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കുറച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർട്ടിക്ക് പറഞ്ഞു 1,90,000 ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരിട്ട് ഓണറായിട്ട് ഇരിക്കാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, കണ്ടില്ലേ, നമ്മൾ ഹൈവേ എത്തി. പലരും നമ്മളെ കോൾ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്, കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് വരുന്ന റൂട്ടിൽ ഹൈവേൻ്റെ വളരെ നിയറസ്റ്റ് ആയിട്ട് വല്ല പ്രോപ്പർട്ടിയും കിട്ടാനുണ്ടോ എന്ന് വെച്ചിട്ട്. അപ്പോൾ വില്ലാസ് കെട്ടിക്കും, പലരും വീടാണ് ചോദിക്കാറ്. അപ്പോൾ വില്ലാസ് കെട്ടുന്ന ആൾക്കാർ ഈ പ്രോപ്പർട്ടിക്ക് എടുത്ത് വീടൊക്കെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ 100% ഇതിന് ഒരുപാട് ആൾക്കാർ എൻക്വയറീസ് ഉള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ഏരിയ തന്നെയാണ്. അതുപോലെ തന്നെ പ്ലോട്ട് തിരിച്ചു കൊടുക്കുകയാണെങ്കിലും ഒരുപാട് എൻക്വയറീസ് ഉള്ളൊരു ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.